ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. പക്ഷേ നമ്മൾ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ പാർട്ടായിട്ടല്ല. ഇപ്പോൾ എൻ്റെ കസിൻ വന്നിട്ടുണ്ട് ഇന്നിവിടെ. അപ്പോൾ എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞു എന്താ ഈ ഒരു ചലഞ്ച് തന്നു. അതായത് ഞാനൊരു സീക്രട്ട് ബേസ് ഉണ്ടാക്കാം, അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓൻ വന്ന് നോക്കും. ഓനക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇക്കൊരു പണിഷ്മെൻറ്റ് തരും, അല്ലെങ്കിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഓനക്കൊരു പണിഷ്മെൻറ്റ് ഞാൻ കൊടുക്കും. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ക്രിയേറ്റീവ് മോഡിലാണ്. ഇതിപ്പോൾ വെറുതെ ഒരു വീട് ഉണ്ടാക്കിയത് കേട്ടോ. ഇവിടെ ഇപ്പോൾ വെറുതെ ഒരു വീട് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. കുറച്ച് കൊളായിപ്പോയി. നമുക്ക് നേരെ ഇനി ഒരു സ്ഥലം കണ്ടുപിടിക്കണം. മറന്നുപോയി. ഓക്കെ ഗൈസ്, ഇനി ആ സൗണ്ട് ഉണ്ടാവില്ല. നമുക്ക് ബേസ് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലം വേണം. നമ്മൾ അണ്ടർഗ്രൗണ്ട് ബേസാണ് ഉണ്ടാക്കാൻ പോണത്. നൈസ്. ഇവിടെ ഒരു സ്ഥലത്ത് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമ്മൾ താഴേക്ക് കുഴിക്കണം ഗൈസ്. നമ്മൾ താഴെയാണ് ചെയ്യാൻ പോകുന്നത്. സൺസെറ്റായ ക്രിയേറ്റീവ് മോഡിൽ മാറ്റാം. ഓക്കെ, നമ്മളിനി താഴേക്ക് ഇതാക്കണം, മൈൻ ചെയ്ത് പോകണം. അതാണ് ആദ്യത്തെ ചലഞ്ച്. നമ്മൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റക്കായി മാറും. ഓക്കെ, അപ്പോൾ ഇത്ര മതി. ഇനി നമ്മൾ ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കാൻ പോകണം. ഇങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇതാക്കും. ഓക്കെ, റെഡി. ഇനി നമുക്ക് ഇവിടെ ഒരു ഇത് വേണം. എന്താ പറയാ, അയ്യോ, ഈ സാധനമാണ് നമ്മൾ 2 മണിക്കൂറേ കിടന്ന് തപ്പിയിരുന്നത്. ഓക്കെ, ഇതിപ്പോൾ എവിടെ മേലെ പോകണ സ്ഥലം? റെഡി. ഓ, ഞാൻ എടുക്കേണ്ടി വരും. നമ്മൾ 2 സൈഡ്. ഓക്കെ, റെഡി. ഇനിയാണ് സെറ്റ്. അയ്യോ കൊളയാ. ഇവിടെ ഒരെണ്ണം ലാഗായാ. അത് മതി. ഇനി നമുക്ക് വെള്ളം വേണം. നമുക്ക് വാട്ടർ ബക്കറ്റ് എടുക്കാം. എന്നിട്ട് നമ്മളിവിടെ നോക്കുന്നു. അപ്പോൾ അതവിടെ അങ്ങനെയായി. ഇനി നമ്മൾ ഈ സൈഡ്, ഓക്കെ, ഈ സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ, റെഡി. ഇനി നമുക്ക് മേലേക്ക് മൈൻ ചെയ്യണം. മേലേക്ക് മൈൻ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. മേലെ വരെ എത്തി. ഇനി നമുക്ക് സോൾ സ്റ്റോൺ വേണം. സോൾ സ്റ്റോൺ എന്തിനാന്ന് ഇപ്പോൾ കാണിച്ചത്? സോൾ സ്റ്റോൺ അങ്ങനെ എന്താണ്? സോൾ സാൻഡ്. ഓക്കെ, ഡൺ. ഇനി നമ്മൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇനി ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇത് കണ്ടോ അങ്ങനെ പൊന്തും. നമ്മൾ ആദ്യം മേലെ ഒന്ന് ഒഴിക്കേണ്ടി വരും. ഓക്കെ, വെള്ളം ഉണ്ടോ ഇതിൽ? ഓ, വെള്ളം എടുക്കേണ്ടി വരും. എന്തപ്പം ഉണ്ടായി? ആകെ കോളായി ഗൈസ്. വെള്ളം എടുത്തു. ഇനിയിപ്പോൾ ഇങ്ങനെ കയറി വേണ്ടതാണല്ലോ. നമ്മൾ ലാസ്റ്റാണോ സോൾ സാൻഡ് ഇടേണ്ടത്? ഇനി ഒന്ന് ഇട്ട് നോക്കാം. സോൾ സ്റ്റാൻഡാണൊക്കെ അറിയാം. സ്റ്റാൻഡല്ല, സാൻഡ്. ഈ ഭാഗം പിന്നെ
അത് പിന്നെ കുഴപ്പമില്ല, നല്ല കുഴിയാണെന്ന് വിചാരിച്ചു. അതാണ് കണ്ടുപിടിക്കാനുള്ള ഇത്. ആകെ വഴി സുഭാഷേ. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് സ്റ്റിക്കി, ആ സാധനത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി, കുറേ നാളായി കളിച്ചിട്ട്. അല്ല അങ്ങനെയല്ല, ഉള്ളൂ അങ്ങനത്തെ മൂടുന്നു. അയ്യോ, ഇനി പുറത്തുനിന്ന് അടക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അടച്ചാൽ മതി. കണ്ട, ഓ സെറ്റപ്പ്. ഇനി നമുക്ക് ഉള്ളി കയറിയിട്ട് ഇങ്ങനെ തുറക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കയറുന്നു. ഇവിടുന്ന് ഇങ്ങനെ തുറക്കുന്നു. ഓ സെറ്റപ്പ്. അങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഈ പ്ലാൻ എന്തായാലും അടിപൊളിയായി. ഇനി നമുക്ക് ഇൻറ്റീരിയറാണ് നോക്കാനുള്ളത്. ഇൻറ്റീരിയർ ഫുള്ള് ഇങ്ങനെ തല്ലി പൊളിച്ചെടുക്കും. അതുകൊണ്ടാ ഓക്കെ. നമുക്കൊരു റൂം ഇതൊക്കെ മതി. ഒരു ഡൈനിങ് ഹാള്, റൂം, കിച്ചണൊന്നും വേണ്ട. അപ്പം തൽക്കാലത്തേക്കുള്ള സാധനമല്ലേ. ഒരു സ്ക്വയർ സാധനം തന്നെ ആയി വരും ലാസ്റ്റ്. ഈ ലൈറ്റ് ഇല്ലാതെ ഇങ്ങനെ. നമ്മൾ ലാൻഡേൺ എടുത്തിട്ടുണ്ട്. ലാൻഡേണാണ് എൻ്റെ മെയിൻ സാധനം. ഇനി നമുക്കിവിടെ ഒരു സോഫ സെറ്റപ്പ് ഉണ്ടാക്കണം. അതായത് നമ്മളിവിടെ ഒരു സ്റ്റെയർസ് വെക്കുന്നു. ഫുള്ള് റെഡ് തീമായതുകൊണ്ട് നമ്മൾ റെഡ് ബ്രിക്ക് എടുക്കും, റെഡ് സ്റ്റെയർ എടുക്കുന്നു. അങ്ങനെ ഇവിടുന്ന് ഒരു മടക്ക്, അങ്ങനെയല്ല, അങ്ങനെ ഇവിടുന്ന് ഒരു മടക്ക്. ഇപ്പോൾ സെറ്റായി. ഇനി നമ്മൾ ഈ സൈഡ് ഒരു സിനിമ തിയേറ്റർ പോലെ, ഒരു ഇതുപോലെ നമ്മളെ TV പോലെ സാധനമാക്കി എടുക്കണം. അതിനിപ്പോൾ നമ്മളൊരു പിക്ചർ എടുക്കും. പിന്നെ നമുക്ക് കുറച്ച് ഡിസൈനിനൊക്കെ ഒരു സാധനമാണ്. നമുക്കിപ്പോൾ ഒരു ഇതൊക്കെ കളയാം. ഇനി ഇവിടെ ലാൻഡേണൊക്കെ വെക്കണം. പക്ഷേ ലാൻഡേൺ വെറുതെ വീണ്ടും കളഞ്ഞ്. നമുക്ക് ലാൻഡേണാണ് നമ്മുടെ മെയിൻ. നമ്മളൊരു റെഡ് തീമായതുകൊണ്ട് തന്നെ റെഡ് ബെഡ് എടുക്കാൻ പോകുന്നത്. റെഡ് ബെഡ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റഡി ടേബിളും കുറേ ഡിസൈനൊക്കെ വേണം നമുക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ എടുക്കാം. റെഡ് സ്റ്റോണൊന്നും വേണ്ട. റെഡ് സ്റ്റോണൊക്കെ എടുത്താൽ സീയാവും. എല്ലാം പോകുമ്പോൾ സൈഡിൽ വെച്ചാൽ പിന്നെ തീർന്ന്. അതാ ബെഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പഠിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് ഈ ലാൻഡേൺ അങ്ങോട്ട് പൊടിച്ച് കളയാം. ഓ നൈസ്. മേലെ കയറാം. മഴ പെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് വെതർ ക്ലിയർ ആക്കാം. ഓക്കെ, ഇനി കസിനെ പോയി വിളിച്ചിട്ട് വരാം. കണ്ടുപിടിക്കാൻ നിൽക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ മറ്റേ ആദ്യം ഉണ്ടാക്കിയ വീട്ടിലാണ്. അപ്പോൾ 10 മിനിറ്റ് മുന്നേ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കും. 10 മിനിറ്റ് കഴിഞ്ഞാൽ തീർന്നു. എനിക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കും ഞാൻ. അതാണ്. ഓക്കെ, അപ്പോൾ നേരെ ഞാൻ ഓൻ്റെ അടുത്തേക്ക് ഫോൺ കൊടുക്കാം. ഇതാ അവിടെ ഇരുന്നോ. ഓ, ടൈമർ സ്റ്റാർട്ടാക്കട്ടെ. 1 മിനിറ്റ് നോക്കട്ടെ. ആയിട്ടില്ല, ഒരു 20 മിനിറ്റ് ആകട്ടെ. ഓക്കെ, സ്റ്റാർട്ട്. വീടിൻ്റെ ഉള്ളിലാ? വീടിൻ്റെ ഉള്ളിലല്ല, പുറത്താ. 30 മിനിറ്റ് ആയാൽ അപ്പം എൻ്റെ ടൈം തീർന്നേ. ഇപ്പം എത്ര? ഇപ്പം 20-ലാണ്. ഒരു ക്ലൂ വല്ലതും തായോ? അവിടെ അടുത്തുണ്ട്. അവിടെ അടുത്ത് വെച്ചാ അണ്ടർഗ്രൗണ്ടാ. ഉറക്ക പറ, അല്ലെങ്കിൽ കേൾക്കൂല. മൈൻ ചെയ്യാൻ പാടില്ല. മൈൻ ചെയ്യാതെ തന്നെ എനിക്ക് മനസ്സിലാവും. ബട്ടന് വലുതാണോ?
ബട്ടൺ വെച്ചിട്ടാണ്, പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ആ ബട്ടൺ വെച്ചിട്ടുള്ളത്. ഭയങ്കര ടഫാ. സീക്രട്ട് പ്ലേസാണ്. അത് ഉണ്ടാക്കിയ ഇക്കോലും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റൂല. വീടിൻ്റെ അടുത്താവൂല കേട്ടോ ചിലപ്പോൾ. ഞാൻ ചൂട് തണുപ്പ് എന്നൊക്കെ പറയണോ? അണ്ടർഗ്രൗണ്ടിലാണുള്ളത്. അത് ഏത് ഭാഗത്തായിട്ട് ക്ലിയർ ഭാഗത്താ. ഒരു ട്രീ ഒന്നുമില്ല. പിന്നെ ഈ ഐലൻഡിലാട്ടോ. അപ്പുറത്തെ ഐലൻഡിക്കൊന്നും പോണ്ട. ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് രാവിലെ ആക്കാം. എനിക്ക് പറന്നിട്ടൊക്കെ തരാ. പറന്നിട്ടൊക്കെ തരണോ? ക്രിയേറ്റീവിലല്ലേ? അതല്ല, പറന്നിട്ട് തരുന്ന അടിയിലുള്ളത് ചെറുതായിട്ട് കാണാം. എന്നാ ഒരു ക്ലൂവും കൂടി തരാം. രണ്ടാമത്തെ ക്ലൂവേ വീടിൻ്റെ അടുത്തല്ല. ഒരു കുഴിയിലും അല്ല. ഇനി ക്ലൂ വരൂല കേട്ടോ. അത്ര ക്ലൂ ആയി. 3 ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട്. എന്തിനാ എവിടെ കൊണ്ടിട്ട് വെച്ചിക്കണേ? പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം ഇവിടെ ഇല്ല. പിന്നെ എവിടെയാണ്? പിന്നെ ഇവിടെ ഉണ്ട് ഒരു പ്ലെയിൻ ആയിട്ട്. ഇവിടെയാണ് ഇനി ഇത് വിചാരിക്കാത്ത സ്ഥലത്താവും. ടൈമർ എത്രയായി നോക്ക്. 2 മിനിറ്റ് കഴിഞ്ഞു. 2 മിനിറ്റ് ആയി. 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. സമയമല്ല എനിക്ക്. പെട്ടെന്ന് ഇവിടെ ബട്ടൺ ചെയ്തു. ബട്ടൺ ഇല്ല. ബട്ടൺ എനിക്ക് കാണാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ വെച്ചിക്കണേ. ആന്നെ ആ ബട്ടൺ ഇതാക്കിയാലല്ലേ. അല്ല, പുറത്തുനിന്ന് തുറക്കാൻ പറ്റൂല. ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റും. പുറത്തുനിന്ന് തുറക്കണമെങ്കിൽ അത് തുറന്നിരിക്കണം. പുറത്തുനിന്ന് അടക്കാനേ പറ്റുള്ളൂ. തുറക്കാൻ പറ്റൂല. ഞാൻ കണ്ടുപിടിക്കാനാ. അത് ഇത് മൈനി ചെയ്യരുത്. അതെനിക്ക് മനസ്സിലാവും. കയറാനൊരു ഭാഗം, ഇറങ്ങാനൊരു ഭാഗം, അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വീടിൻ്റെ അടുത്തല്ല. അതന്നെ വിട്ടുപോണേ. എവിടെയുണ്ട്? ഞാൻ മറന്നുപോയി. അപ്പോൾ ഓപ്പൺ ആയിട്ടല്ലേ ഇരിക്കണേ? ഒരു കയറുള്ള ഭാഗം മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അത് ഞാൻ ഇതില്ല, കേബിളൊന്നുമില്ല. ഞാൻ ഒരു ക്ലൂവും കൂടി തരാം. അത് ലാസ്റ്റ് ക്ലൂവേ. കയറാൻ പോണ സ്ഥലം തുറന്നിട്ടാണ്, ഇറങ്ങണ സ്ഥലം അടച്ചിട്ടാണ്. കേവിലല്ല. ഇന്നതൊക്കെ കേവ് മാതിരി അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കി വെച്ചാൽ കേവ് മാതിരി തന്നെ ഉണ്ടാവുക. അല്ല, ഈ കേവ് മാതിരത്തെ ഒരു എൻട്രൻസ് അല്ല ഇതിനുള്ളത്. ഇതല്ലേ നോക്കണം. നീ ഇതാക്കിക്കോ, ഫ്ലൈറ്റ് മൂഡ് ഇതാക്കിക്കോ. 2 പ്രാവശ്യം ചാടണം നമുക്ക്. അയ്യോ, കണ്ടുപിടിച്ചു. അതാക്ക് ഇറങ്ങണ ഭാഗം നോക്കി നോക്ക്. പോയോക്ക് ഇറങ്ങണ ഭാഗം, അത് കേറണ ഭാഗം. അതാ അവിടെ ഒരു സ്വിച്ച് ഉണ്ടോ? അത് നിക്ക്. ലിവർ എന്ന് പറയണ്ടേ? ഏയ്, അതങ്ങനല്ല. അയ്യോ സോറി. ലിവറും പൊട്ടിച്ച്. ഒരു മിനിറ്റ് നിക്ക്. ഞാൻ കണ്ടുപിടിച്ച് 30 മിനിറ്റ് ആകുമ്പോഴത്തേനും. 30 അല്ല 10 മിനിറ്റ്. പക്ഷേ എത്ര മിനിറ്റിലാ കണ്ടുപിടിച്ചത്? 3 മിനിറ്റില്. എന്ത് ചെയ്യാനായി ഗൈസ്, ഞാൻ ഒരു ജീനിയസ് ആയി പോയി. ഇജ്ജ് പറയണ കേൾക്കാമല്ലോ അവർക്ക്. വെറും 3 ക്ലൂ വെച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. 3 പോടെ. ശേ, എന്നാലും ഞാൻ വിചാരിച്ചില്ല ഓൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ ഗൈസ്, ഓൻ പോയി. 5 മിനിറ്റ് ആയേ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.